പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നേരിട്ട് കടന്നു വന്നും ഓൺലൈനായും ഈ സഭായോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാർക്കും കാരുണ്യവാനും വിശ്വസ്തനും സത്യവാനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 9-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ നമുക്ക് വായിക്കാം. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവൻ അല്ല, എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെ ആയി. ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണം ഉള്ളവനായിരിക്കെ ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെയായി. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. പ്രിയപിതാവേ, ഞങ്ങൾക്ക് ലഭിച്ച വചനഭാഗത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുഹിതത്തിൻ്റെ ആലോചന കർത്താവ് ഞങ്ങൾക്ക് ഇന്ന് അറിയിച്ചു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്നെടുത്ത് അവിടുത്തെ കലവറയിൽ നിന്ന് തന്നെ എടുത്ത് അവിടുത്തെ മക്കൾക്ക് വിളമ്പി കൊടുക്കുവാൻ തക്കവണ്ണം ആവശ്യമായിട്ടുള്ള കൃപ അടിയന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തിരുവചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും അനുസരിക്കുവാനും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുവാൻ തക്കവണ്ണം ഒരു ഹൃദയ ലാളിത്യമുള്ളവരായി ഹൃദയ എളിമയുള്ളവരാക്കി പ്രിയപ്പെട്ടവരെ മാറ്റേണ്ടതിന് വേണ്ടി ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവെ ഈ വചനം അനുസരിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ആദ്യോടന്തം ഈ ശുശ്രൂഷയിൽ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് മറ്റൊരേതു വ്യക്തിയെക്കാളും കൂടുതൽ സുവിശേഷത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്ത വ്യക്തിയായിരുന്നു. തന്നെയേറെ കർത്താവിനെ ഉപദ്രവിച്ചവനാണെങ്കിലും കർത്താവിൻ്റെ സഭയെ ഉപദ്രവിച്ചവനാണെങ്കിലും സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്താൽ വിളിക്കപ്പെട്ടവനായതുകൊണ്ട് ഒരു വലിയൊരു സമർപ്പണം തന്നെ തൻ്റെ സുവിശേഷ ദൗത്യത്തിന് പൗലോസ് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഏതു വിധത്തിലായാലും അനേകരെ ക്രിസ്തുവിനായി നേടേണ്ടതിന് നമുക്കറിയാം, തേടിപ്പോയവനെ അല്ലെങ്കിൽ തേടി വന്നവനെ എന്തെങ്കിലും നേടാനായിട്ടുള്ളൂ. തേടാത്തവന് ഒന്നും നേടാനായിട്ട് നേടിക്കിട്ടിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് അവിചാരിതമായി സംഭവിക്കുന്നതല്ല, ഇത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് സുവിശേഷ വേല. ദൈവത്തിന് സ്തോത്രം. ഈ സഭയ്ക്ക് ഈ ആലോചന 2023 അവസാന ഭാഗത്തേക്ക് തന്നത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ജിംസണിലൂടെയാണ് ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്തത്. അന്നേ ദിവസം ഞാനതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ജോഷി ബ്രദർ നമ്മൾ ക്രിസ്തുവിനെ കൊടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലേ? ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുക. എന്താണ് സുവിശേഷം? സുവിശേഷം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ അല്ലെങ്കിൽ സുവിശേഷത്തെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യത്തെ കൂടി കുറിച്ച് പറഞ്ഞു. എന്നാൽ അവസാനിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സഭയോട് പിന്നെയും ആലോചന നൽകുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ വചനം ഇന്നിവിടെ വായിക്കുവാനായിട്ട് ഇടവന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സുവിശേഷത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാമോ, ഏതുവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്താമോ അതൊക്കെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ടുള്ള ഒരു തീരുമാനം, ഒരു സമർപ്പണം ഇന്ന് ഇവിടെ വെച്ച് നമുക്കുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കണമെങ്കിൽ ഇഷ്ടമുള്ളവരെടുത്ത് പ്രവർത്തിക്കാം. ആത്മാവ് തന്നെ ഇഷ്ടമുള്ളവർക്ക് അതത് വരം കൊടുത്ത് പ്രവർത്തി ചെയ്യുന്നവനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ നാം ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തികളെയാണ് കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നത്. നാം എന്തിനു വേണ്ടി ഏത് വിധത്തിൽ ദൈവത്തിന് ഏൽപ്പിക്കപ്പെട്ട് ദൈവത്തിന് ലഭിക്കുന്നുവോ അത്രമാത്രം ദൈവത്തിന് നമ്മെ പ്രയോജനപ്പെടുത്താനാകുമെന്നാണ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സാക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കേണ്ടത്
19-ാമത്തെ വാക്യം, ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. പൗലോസ് 9-ാം അധ്യായം പറയുമ്പോൾ ഞാൻ സ്വതന്ത്രനല്ലയോ? പൗലോസ് സ്വതന്ത്രനാണ്. പൗലോസ് ഒന്നിനും ഒരു കാലത്തും ആർക്കും അടിമയായി തീരുവാൻ ആഗ്രഹിക്കുന്നില്ല. പൗലോസിനെ ദൈവം സുവിശേഷത്താൽ സ്വതന്ത്രനാക്കി. ഇനി പൗലോസിന് ആർക്കും അടിമപ്പണി ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ശുശ്രൂഷിക്കേണ്ട കാര്യം പൗലോസിനില്ല. എങ്കിൽ തന്നെയും എന്താണ് പൗലോസ് പറഞ്ഞത്? ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി മാറ്റി. ഒരു ശുശ്രൂഷ മനോഭാവം കർത്താവ് പൗലോസിന് നൽകി. കർത്താവ് പാപികളായ മാനവജാതിയെ സ്വർഗരാജ്യത്തിനായി വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി തൻ്റെ പക്കലേക്ക് അനേക മനുഷ്യരെ വീണ്ടെടുക്കേണ്ടതിന് അവൻ ഉന്നതം വിട്ട് താണ ഈ ഭൂമിയിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിലാണത് വളരെ മനോഹരമായി രേഖപ്പെടുത്തി പൗലോസ് നമുക്ക് തന്നിട്ടുള്ളത്. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം, ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം മുതൽ, ഫിലിപ്പിയ 2:5 മുതൽ, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. മതി മതി. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ. കർത്താവിന് വേണമെങ്കിൽ, യേശുവിന് വേണമെങ്കിൽ എന്ത് ചെയ്യണം പറഞ്ഞു? ക്രിസ്തുവിന് അവിടെ ദൈവമായി ഇരിക്കാമായിരുന്നു. ദൈവിക സിംഹാസനത്തില്, ന്യായവിധിയുടെ സിംഹാസനത്തിൽ ക്രിസ്തുവിന് ഇരിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ആര് രക്ഷിക്കപ്പെടും? ആര് രക്ഷ പ്രാപിക്കും? കർത്താവിനറിയാം. നീതിമാനായി ഒരുത്തം പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ വഴിയിൽ നിന്നും ദൈവ തേജസ്സിൽ നിന്നും അകന്നു കഴിയുന്നവരാണ്. അങ്ങനെ മനസ്സിലാക്കിയ ക്രിസ്തു തമ്പുരാൻ എന്തു ചെയ്തു? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി എന്നും പറയുന്നു. അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് പറയുന്നതിൻ്റെ പുറമെ എന്തിനാണ് ദാസരൂപം എടുത്തു എന്ന് പറയുന്നത്? മനുഷ്യവേഷം ധരിച്ചു, പക്ഷെ അതിന് പുറമെ എന്തുകൊണ്ടാണ് ദാസരൂപം എടുത്തു എന്ന് പറയുന്നത്? ശുശ്രൂഷ ഏൽക്കുവാനായിട്ട് യോഗ്യനായ കർത്താവ്. യേശു പറഞ്ഞു, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ മറുപടിയായി കൊടുക്കുവാനുമാണ് വന്നത്. അങ്ങനെ യേശു മനുഷ്യനായി അവതരിച്ച ശേഷം ദാസരൂപം എടുത്തു എന്ന് പറയുന്നത്. ഇതിൻ്റെ 6-ാമത്തെ വാക്യം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച്, അതായത് ദാസരൂപം എടുക്കുന്നതിന് വേണ്ടി, ഒരു ദാസനായി തീരേണ്ടതിന് വേണ്ടി, മറ്റുള്ളവരെ ശുശ്രൂഷിക്കേണ്ടതിന് വേണ്ടി തന്നെത്താൻ ഒഴിച്ചു, ശൂന്യനാക്കി, തന്നെ തന്നെ ഒന്നുമല്ലാതാക്കി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അപ്പോൾ വേഷത്തിൽ മനുഷ്യരാകുക മാത്രമല്ല കർത്താവ് ചെയ്തത്, പാപികളായ മാനവജാതി രക്ഷിക്കേണ്ടതിന് വേണ്ടി, എന്നെയും നിന്നെയും രക്ഷിക്കേണ്ടതിന് വേണ്ടി അവൻ ദാസരൂപം സ്വീകരിച്ചു. പൗലോസ് പറയാണ്, ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് ആരുടെയും അടിമയായിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ സുവിശേഷ നിമിത്തം എന്തായി തീർന്നിരിക്കുകയാണ്? സുവിശേഷ നിമിത്തം അനേകം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി മാറ്റി. ആ ഉന്നതത്തിൽ നിന്നും ഒന്ന് താഴെ ഇറങ്ങുവാൻ, നമ്മൾ ഏത് സ്റ്റേജിലായിരിക്കുന്നുവോ ആ സ്റ്റേജിൽ നിന്നും ഒരു പടിയെങ്കിൽ ഒരു പടി താഴെ ഇറങ്ങിക്കൊണ്ട്, ഏത് തലത്തിലാണ് ഇറങ്ങേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഒരു സ്റ്റെപ്പ് താഴെ ഇറങ്ങുവാൻ കർത്താവ് തന്നതാണ്. ബഹുമാനവും പ്രശംസയും സമ്പത്തും വിദ്യാഭ്യാസവും സൗന്ദര്യവും ഒക്കെ ദൈവം തന്നതാണ്. പക്ഷേ മറ്റുള്ളവരെയും കൂടി ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് നേടേണ്ടതിന് വേണ്ടി എനിക്ക് എന്തെല്ലാം ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരോടാണ് കർത്താവിൻ്റെ ഈ മറുപടി.
ആ നിൽക്കുന്ന സ്റ്റേജിൽ നിന്നും ഒന്ന് താഴ്ത്തിക്കിറങ്ങുക. ആ നിൽക്കുന്ന സ്റ്റേജിൽ നിന്നും ഒരു താഴ്ത്തിക്കിറങ്ങുക. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 12-ാമത്തെ അധ്യായം. റോമാലേഖനം 12-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. റോമാലേഖനം 12-ാം അധ്യായം 16-ാമത്തെ വാക്യം. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. എന്താ ഈ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത്? തമ്മിൽ ഐക്യബുദ്ധിമുള്ളവരായി എന്ന് പറഞ്ഞാൽ തമ്മിൽ ഐക്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ. എന്തിനാ നമുക്ക് വലിപ്പം ഭാവിക്കണേ? നാം വലിപ്പമുള്ളവരാണ്, നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നാം കർത്താവിന്റെ നാമത്തിൽ ഉയർന്ന ഉന്നതിയിൽ നിൽക്കുന്നവരാണ്. പക്ഷെ അതേ സമയവും ആരുണ്ട് നമ്മുടെ കൂടെ? എളിയവരുണ്ട്. എളിയവര്, നമ്മെപ്പോലെ സമ്പത്തില്ലാത്തവര്, നമ്മെപ്പോലെ സൗന്ദര്യമില്ലാത്തവര്, നമ്മെപ്പോലെ കുടുംബ പാരമ്പര്യം, കുടുംബ മഹിമയില്ലാത്തവര്, നമ്മെപ്പോലെ ജ്ഞാനികളല്ലാത്തവര്. ഒരു സ്റ്റെപ്പ് വലിപ്പം ഭാവിക്കാതെ, നമുക്കതുണ്ട്, ഓക്കെ, അത് അംഗീകരിക്കുന്നു. പക്ഷേ എൻ്റെ കൂടെയുള്ളവനും കൂടി നേടേണ്ടതിന് വേണ്ടി ഒരു സ്റ്റെപ്പ് താഴ്ത്തിക്ക് ഇറങ്ങി വരാൻ സാധിക്കുമോ? സമ്പത്തുള്ളവന് സമ്പത്തില്ലാത്തവനോട് കൂടെ, സൗന്ദര്യമുള്ളവന് സൗന്ദര്യമില്ലാത്തവനോട് കൂടെ, വിദ്യാഭ്യാസമുള്ളവന് ജ്ഞാനമുള്ളവന് ഭോഷനായി ജീവിക്കുന്ന ഒരു മനുഷ്യനോട് കൂടെ ഒന്ന് താഴ്ത്തേക്ക് ഇറങ്ങി വരാൻ പറ്റുമോ? അങ്ങനെ ഇറങ്ങി വന്ന് വലിപ്പം ഭാവിക്കാതെ, ബുദ്ധിമാനെന്ന് വിചാരിക്കാതെ, എളിയവരോട് ചേർന്ന് അവരുമായി ഐക്യപ്പെട്ടുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക. അതാണ് ഈ വചനം അർത്ഥമാക്കുന്നത്. അനേക ശുശ്രൂഷകൾ 12-ാം അധ്യായത്തിൽ ശുശ്രൂഷകൾ പറഞ്ഞിട്ടുണ്ട്. ജീവിക്കേണ്ട രീതികൾ, മറ്റുള്ളവർക്ക് ചെയ്യേണ്ടത്, സൽപ്രവൃത്തി ചെയ്യേണ്ടത്, ശുശ്രൂഷിക്കേണ്ടതൊക്കെ വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വലിപ്പം ഭാവിച്ചുകൊണ്ട് നാം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഏത് നിലയ്ക്കായാലും നാം വലുതാണെങ്കിൽ പോലും സുവിശേഷത്തിന് വേണ്ടി ആത്മാക്കളെ നേടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്ന നിൽപ്പിൽ നിന്നും അല്പം താഴോട്ട് ഇറങ്ങുക. എളിയവരോട് കേട്, നിന്നെപ്പോലെ ജ്ഞാനമില്ലാത്തവരോട് കൂടെ, നിന്നെപ്പോലെ സമ്പത്തില്ലാത്തവരോട് കൂടെ, നിന്നെപ്പോലെ അറിവില്ലാത്തവരോട് കൂടെ, നിന്നെപ്പോലെ ഒന്നുമല്ലാതായി ജീവിക്കുന്ന ചില മനുഷ്യ ജീവിതങ്ങൾ കർത്താവിന് വേണ്ടി നേടുവാൻ, അവരോടൊപ്പം ഒന്ന് ഇറങ്ങി അവർ പ്രവർത്തിക്കുവാൻ, അങ്ങനെ ഐക്യമത്യപ്പെട്ട് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ താല്പര്യമുണ്ടോ, മനസ്സുണ്ടോ എന്നാ കർത്താവ് ചോദിക്കുന്നത്. എന്നാൽ 2023 നേടാൻ കഴിയാത്ത ചില ആത്മാക്കളെ 2024 കർത്താവിന് വേണ്ടി നേടുവാൻ ദൈവം നമ്മെ സഹായിക്കും. സ്തോത്രം. മനസ്സിലായോ? അതാണ് ഒരു കാര്യം. ഇനി നാം നേരത്തെ വായിച്ചില്ല കുറിവാക്യം, അതിലേക്ക് വീണ്ടും വരാം. അതിലേക്ക് വരേണ്ട കാര്യം യഹൂദന്മാരെ നേടേണ്ടതിന് 20-ാമത്തെ വാക്യമാണ്. 1 കൊരിന്ത്യർ ലേഖനം 9:20 വായിക്കുന്നത്. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. അല്ലേ? അപ്പൊ പൗലോസ് യഹൂദനല്ലായിരുന്നോ? പൗലോസ് യഹൂദനായിരുന്നു, ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു, ജന്മം കൊണ്ട് ഒരു യഹൂദനായിരുന്നു ആര്? പൗലോസ്. പക്ഷേ അവൻ അതിൽ നിന്നും മാറിയെങ്കിലും യഹൂദന്മാരെ കർത്താവിന് വേണ്ടി നേടേണ്ടതിനായിട്ട് യഹൂദന്മാർക്ക് യഹൂദനായി മാറി കർത്താവ്. ആ പൗലോസ് കർത്താവ് കാണിച്ചു തന്ന അതേ മാതൃക തൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ചു. കർത്താവിനെ കുറിച്ച് പരീശന്മാരും ശാസ്ത്രിമാരും യഹൂദ പ്രമാണികളും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഇവൻ പാപികളോടും വേശ്യാവൃത്തി ചെയ്യുന്നവരോടും ചുങ്കക്കാരോടും കൂടി ജീവിക്കുന്നവൻ. ആ ഒരു അധിക്ഷേപം നേരിട്ട് കൊണ്ടാണെങ്കിലും കർത്താവ് അനേക പാപികളെ, അനേക വേശ്യാവൃത്തിയിൽ പ്രവർത്തിക്കുന്നവരെ, അനേക അന്യായം ചെയ്യുന്നവരെ ദൈവരാജ്യത്തിലേക്ക് ഉയർത്തുവാൻ, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ, അവരോടുകൂടി ജീവിച്ചുകൊണ്ട് സ്വർഗത്തോളം അവരെ ഉയർത്തുവാൻ തക്കോണം കർത്താവ് പ്രവർത്തിച്ചു കാണിച്ചു.
അതേ മാതൃക തൻ്റെ ജീവിതത്തിലേക്ക് പൗലോസ് പകർത്തിക്കൊണ്ട് പറയുകയാണ്, യഹൂദനെ നേടേണ്ടതിന് ഞാൻ യഹൂദനായി എന്നല്ല, യഹൂദനെ പോലെ, യഹൂദനല്ല യഹൂദനെ പോലെയായി. യഹൂദന്മാരുടെ ഇടയിൽ ജീവിക്കുമ്പോഴും ഒരു യഹൂദനെ പോലെ ജീവിച്ചു പൗലോസ്. എന്തിനു വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി യഹൂദനെ നേടേണ്ടതിന്. ന്യായപ്രമാണത്തിൻ കീഴിലുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവൻ അല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെ ആയി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണവുമായി ഒരു സന്ധിയും ചെയ്യാതെ ന്യായപ്രമാണമുള്ളവരോടൊത്ത് ജീവിച്ചു. എന്തിനു വേണ്ടി? ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ ക്രിസ്തുവിന് നേടേണ്ടതിന് വേണ്ടി. അപ്പം യഹൂദന്മാര് ന്യായപ്രമാണമുള്ളവരല്ലേ? യഹൂദന്മാര് ന്യായപ്രമാണമുള്ളവരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് വീണ്ടും യഹൂദന്മാരെ പറ്റി പറഞ്ഞിട്ട് അടുത്ത കാറ്റഗറിയിലേക്ക് വരുന്നത്? അടുത്തതിലേക്ക് എന്ത് വരുന്നത്? ന്യായപ്രമാണമുള്ളവർ. യഹൂദന്മാർക്ക് ന്യായപ്രമാണമുള്ളവർ ആണെങ്കിലും ഇതര മതസ്ഥർ, അതായത് യഹൂദന്മാരല്ലാത്ത, ജന്മം കൊണ്ട് യഹൂദന്മാരല്ലാത്ത ചിലര് ന്യായപ്രമാണം ദൈവകൽപ്പനയാണെന്നും യഹോവ ദൈവമാണെന്നും അംഗീകരിച്ചുകൊണ്ട് യഹൂദ മത അനുസാരികളായി തീർന്ന് ജീവിക്കുന്നവരുണ്ടായിരുന്നു, ന്യായപ്രമാണം അനുസരിക്കുന്നവരായിട്ട്. അവരെ നേടേണ്ടതിന് ന്യായപ്രമാണം ഉള്ളവനെ പോലെ ആയി തീർന്നു. ആര്? പൗലോസ്. കർത്താവിൻ്റെ അതേ മാതൃക. സ്തോത്രം. അപ്പം അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാനെങ്ങനെ ഇതര മതസ്ഥർ എന്ന് പറഞ്ഞ കാര്യം ചിന്തിച്ചപ്പോൾ കരുവന്നൂർ ചെറിയ പാലം ഞാൻ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ മുടിവെട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ ആ ഭാഗത്ത് ഒരു ഹൈന്ദവ കുടുംബമുണ്ട്. ഹൈന്ദവ കുടുംബത്തിലെ അച്ഛൻ, അമ്മ, 2 മക്കൾ, ഒരാണൊരു പെണ്ണും. മക്കളൊക്കെ പ്രായപൂർത്തിയായിട്ടുള്ള ആൾ. പക്ഷെ അദ്ദേഹം ഇങ്ങനെ കപ്പലണ്ടി വറക്കുന്നൊരു ജോലിയാണ്. കപ്പലണ്ടി വറുത്ത് ഉന്തുവണ്ടിയിലൊക്കെ വിൽക്കുന്ന ഒരു ജോലിയായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസുഖം വന്നു. അദ്ദേഹം ധ്യാനത്തിനൊക്കെ പോയി എന്ത് ചെയ്തു? ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച് അവരുടെ ഭാഷയിൽ, അവരുടെ ബുദ്ധിയിൽ ഒരു ക്രിസ്ത്യാനിയായി തീർന്നു. എന്നിട്ട് അവർ പള്ളികളിലെ കത്തീഡ്രൽ പള്ളി, അവരുടെ മാപ്രാണം പള്ളി എന്നീ സ്ഥലങ്ങളിലൊക്കെ പോയി കുർബാന കൂടുവാനും ഒക്കെ. അവർ മാമോദീസ സ്വീകരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷേ അവിടുത്തെ മകൻ എൻ്റെ അടുക്കൽ മുടിവെട്ടാൻ വരാറുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു, പാരമ്പര്യത്തെക്കുറിച്ചും ക്രൈസ്തവരുടെ പാരമ്പര്യത്തെക്കുറിച്ചും, അതായത് കത്തോലിക്കര്, ഇതര സഭക്കാരുടെയൊക്കെ പാരമ്പര്യത്തെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന് ഉൾക്കൊണ്ടോ എന്നറിയില്ല, മനസ്സിലായില്ല. ഇപ്പോഴും അവർ മാപ്രാണം പള്ളിയുടെ പരിസരത്ത് വാടകയ്ക്ക് താമസിക്കുക. ചോദിച്ചപ്പോൾ പറഞ്ഞ മാപ്രാണം പള്ളിയിൽ നിന്ന് ഒരു വീട് അവർക്ക് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് അവർ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. ഇന്ന് വരെ അവർക്ക് വീട് പള്ളിക്കാർ കൊടുത്തിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ബൈബിൾ അനുസരിക്കുവാൻ, കത്തോലിക്കർ ബൈബിൾ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ മറ്റ് സഭക്കാർ ബൈബിൾ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാലും എന്തില്ല, അവർക്ക് താല്പര്യമുള്ളത് മാത്രം അനുസരിക്കും. അവർക്ക് താല്പര്യമുള്ളത് മാത്രം അനുസരിച്ചു കൊണ്ടാണ് ബൈബിൾ അനുസരിക്കുന്നു എന്ന് വീരവാദം അവർ മുഴക്കുന്നത്. എന്നാൽ ബൈബിളിലെ പൂർണ്ണമായ കാര്യങ്ങൾ അവർ അനുവർത്തിക്കില്ല എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കേണ്ടതിന് വേണ്ടി അവരുടെ തലത്തിലേക്ക് ഇറങ്ങുക. നീ നശിക്കാനാണ് ആ കൂട്ടത്തിലേക്ക് പോണേ. നീ എന്തിനാ അങ്ങോട്ട് പോയി, ഇതാണ് വലുത്, ഇങ്ങോട്ട് വാ എന്ന് പറയുന്നതിന് പകരം അവരോട് കൂടെ ആ കാര്യങ്ങളൊന്ന് പങ്കിട്ടുകൊണ്ട് അവരെയും കൂടി, ഇതല്ല സത്യം, സത്യവെളിച്ചം ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ മാർഗമാണ്, നാം ഇന്ന് അനുവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന രീതിയാണ് സത്യമെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവരെ കൂട്ടിവരുത്തുക. അതിനെന്ത് പറയും? നമ്മൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ നമ്മൾ അംഗീകരിക്കുമോ? നമ്മൾ അവരുടെ പ്രവർത്തികളെയും, ഇപ്പൊ കത്തോലിക്കരാകട്ടെ, കത്തോലിക്കരുടെ പ്രവർത്തികളെ നമ്മൾ നിരന്തരം വിമർശിച്ചു കൊണ്ടിരുന്നാൽ അവർ നമ്മൾ അംഗീകരിക്കുമോ? എന്നാൽ ശരിയാണെന്ന് നമുക്ക് സമ്മതിക്കാനും പറ്റുമോ? പറ്റില്ല. നമുക്കറിയാം സത്യം അതല്ല, സത്യം നാം സ്വീകരിച്ചിരിക്കുന്ന മാർഗം തന്നെയാണ് സത്യമെന്ന് നമുക്കറിയാം. പക്ഷെ അത് അവർക്കറിയില്ലല്ലോ, അവരുടെ ബുദ്ധിയും ദൈവം തുറന്നിട്ടില്ലല്ലോ.
അപ്പോൾ നമ്മൾ നിരന്തരം തെറ്റാണെന്ന് പറയുന്ന ഒരു രീതി, അത് അവരോടൊപ്പം സമയം ചെലവഴിച്ചുകൊണ്ട് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. അവരോടൊപ്പം സമയം ചെലവഴിച്ചുകൊണ്ട് അത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനെ പോലെ ആയി എന്ത് ചെയ്യണം? അവർക്കത് വെളിപ്പെടുത്തി കൊടുക്കണം. നാം അവരുടെ ഭാഗത്ത് അവർക്ക് വേണ്ടിയുണ്ട്. ഏത് സമയത്തും ഏത് കാര്യത്തിലായാലും അവരോടൊപ്പം ഉണ്ട്. കഷ്ടതയിലും പ്രതിസന്ധിയിലും അവർ അനുഭവിക്കുന്ന നിരാശയിലും ദുഃഖത്തിലും നാം അവരോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്ക് നൽകിയതിന് ശേഷം അവർ തരുന്ന അവസരത്തിനനുസരിച്ച് നാം എന്ത് ചെയ്യണം? ഈ സത്യവചനം അവരോട് പ്രഘോഷിക്കണം, അല്ലെങ്കിൽ സംസാരിക്കണം, നമ്മുടെ സാക്ഷ്യം പറയണം. അവർ വിശ്വസിക്കുന്നു, അവർ സ്വീകരിച്ചിരിക്കുന്ന, ഇപ്പോൾ അവർ നിൽക്കുന്ന മാർഗമാണ് ശരി. നാം പറയുന്നു അല്ല, നമ്മുടെ മാർഗമാണ് ശരി. അത് നമുക്ക് കിട്ടിയ വെളിച്ചം കൊണ്ട് നാം പറയുന്നതാ, അവർക്കത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അതുകൊണ്ട് അവരെ നേടേണ്ടതിന് അവരോടൊപ്പം സംഗതികൾ ചിലവഴിച്ചാൽ മാത്രം പറ്റുകയുള്ളൂ. എന്ന് വെച്ച് അവരുടെ പള്ളിയിൽ പോയി കുർബാന കൂട്ടണമെന്നോ പെരുന്നാളുകളിൽ പങ്കെടുക്കണമെന്നോ അവരുടെ മാമോദീസ ചടങ്ങ്, അവരുടെ മറ്റ് ബൈബിൾ അനുശാസിക്കാത്ത, ബൈബിൾ വിരുദ്ധമായ കാര്യങ്ങളിൽ പങ്കെടുക്കാതെ പൊതുവായ കാര്യങ്ങളിൽ അവരോട് കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും ഞങ്ങളോട് കൂടെ ഉള്ളവരാണ് ഇവനെന്നൊരു തോന്നൽ വരുത്തിക്കൊണ്ട് അവരെയും സത്യമാർഗത്തിലേക്ക് സ്നേഹത്തിലൂടെ വീണ്ടെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ തൊലഞ്ഞ വഴിയിലാ, നിങ്ങൾ നാശത്തിലാ, നിങ്ങൾ നാശത്തിലേക്കാ പോണേ. നമുക്ക് ഉറപ്പുണ്ടോ നാം രക്ഷയുടെ മാർഗത്തിലേക്ക് പോകുന്നു? കർത്താവിൻ്റെ വചനം പൂർണ്ണമായി അനുസരിക്കാതെ രക്ഷ നമുക്ക് കയ്യെത്തിച്ച് പിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? പൗലോസ് പറഞ്ഞു, ഞാനത് പിടിക്കാമോ എന്ന് വെച്ച് ഓടുകയാണ്. പൗലോസ് ഇത്രയും ആത്മാർപ്പണം ചെയ്തുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ പൗലോസ് ഫിലിപ്പി സഭയോട് പറയാണ്, ഞാനത് പിടിക്കാമോ എന്ന് വെച്ച് ഓടുകയാണ്. ക്രിസ്തു എന്നെ സ്വന്തമാക്കി, എനിക്ക് ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ കഴിയണം. അപ്പൊ യഹൂദനെ നേടേണ്ടതിന് ഞാൻ യഹൂദനെ പോലെ ആയി, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിന് ന്യായപ്രമാണം ഇല്ലാത്തവൻ എങ്കിലും ആണെങ്കിൽ പോലും ന്യായപ്രമാണം ഉള്ളവനെ പോലെ ആയി അവരോട് കൂടെ. എന്ന് വെച്ച് അവർ ചെയ്യുന്ന ദൈവത്തിന് വിരുദ്ധമായി ചെയ്യുന്ന പ്രവർത്തികളിൽ നാം പങ്കുചേരരുത്. നമ്മുടെ വിശുദ്ധിയെ സൂക്ഷിക്കണം, നമ്മുടെ വേർപാട് പാലിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അവർ പറയില്ലേ, നീ വിശുദ്ധിയും വേർപാടിനെ കുറിച്ചൊക്കെ ഘോരം പ്രസംഗിച്ചും സാക്ഷ്യപ്പെടുത്തിയും പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നു, പക്ഷേ നീ അത് പാലിക്കുന്നില്ലല്ലോ. നീ ആ രീതിയും മാർഗവും നീ സ്വീകരിച്ചതുകൊണ്ട് ഞങ്ങളും വിശ്വസിച്ചു ഇത് തന്നെയാണ് ശരിയെന്ന്. നാം ശരിയുടെ പക്ഷത്താണ് നാം പറയുന്നെങ്കിൽ നല്ലൊരു മാതൃക സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. നാം ജീവിക്കുന്ന സമൂഹത്തിനിടയിൽ നമ്മുടെ ഭാഗം ശരിയെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. അത് ദൈവവും സാക്ഷ്യപ്പെടുത്തും. സമയമാകുമ്പോൾ മറ്റുള്ളവരും സാക്ഷ്യപ്പെടുത്തി ആ സാക്ഷ്യത്തിലേക്ക് വന്നുകൊള്ളും. പക്ഷെ നമ്മുടെ ജീവിതം എന്ത് ചെയ്യണം? ഞാൻ മാത്രം രക്ഷപ്പെട്ടു, എനിക്ക് സത്യവെളിച്ചം കിട്ടി, ഞാൻ മാത്രം ജീവിച്ചാൽ മതി, എനിക്ക് മാത്രം രക്ഷ കിട്ടും, മറ്റുള്ളവരൊക്കെയാ നിങ്ങൾ നാശത്തിലുള്ളവരാ എന്നുള്ളൊരു മനോഭാവം കളഞ്ഞുകൊണ്ട് അവരെയും നേടേണ്ടതിനെ എന്തെല്ലാം ചെയ്യാമോ അവർക്ക് വേണ്ടി, അവരുടെ പക്ഷത്ത് നിന്ന് എന്തെല്ലാം ചെയ്യാമോ അതൊക്കെയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിനെ 2024 നേടുവാനായിട്ട് നാം പ്രതിജ്ഞാബദ്ധരാണ്. ദൈവത്തോട് നാം കടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കർത്താവ് വിശദീകരണങ്ങൾ വചനത്തിലൂടെ നൽകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി ന്യായപ്രമാണമില്ലാത്തവർ, ദൈവത്തിന് 21-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ ലേഖനം 9:21. ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവനാകാതെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണമുള്ളവനായി ഇരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി. അതാണ് നമ്മൾ ജാതികൾ എന്ന് വിളിക്കുന്ന മറ്റ് സമൂഹങ്ങളിലുള്ളവർ, ഹൈന്ദവര്, മുസ്ലിം, അങ്ങനെ ഏത് മറ്റു മതങ്ങളിലുള്ളവരാണ് ന്യായപ്രമാണം ഇല്ലാത്തവർ. അവർക്ക് സത്യദൈവവുമായോ
സത്യദൈവത്തിൻ്റെ ഉടമ്പടിയുമായോ സത്യദൈവത്തിൻ്റെ കാര്യങ്ങളുമായോ അവർക്ക് ബന്ധമില്ല. അപ്പോഴെന്ത് ചെയ്തു പൗലോസ്? അവരെ നേടേണ്ടതിനും അവരെ പോലെ ആയി തീർന്നു. ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി. പക്ഷേ ഒരു ന്യായപ്രമാണം ആർക്കുണ്ടായിരുന്നു? പൗലോസിനുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം, അടിമത്തത്തിൻ്റെ ന്യായപ്രമാണത്തെയല്ല. മോശ വഴി ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ന്യായപ്രമാണത്തെയല്ല, ക്രിസ്തു മുഖാന്തരം മാനവജാതി മുഴുവൻ കൊടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം പൗലോസ് മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. അതിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ? യാക്കോബിൻ്റെ ലേഖനത്തിലാണ് നമ്മൾ ആ പദം അവിടെ കാണുന്നത്. യാക്കോബിൻ്റെ ലേഖനം എടുക്കാം. യാക്കോബിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. അപ്പൊ മോശ വഴി നൽകിയ ന്യായപ്രമാണമുണ്ട്. മോശ വഴി നൽകിയ ന്യായപ്രമാണമുണ്ട്. ആ ന്യായപ്രമാണ പ്രകാരം വെച്ച് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെ ദൈവം വിധിക്കില്ല. അത് ആ ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിച്ചിരുന്നവരെയാണ് ദൈവം അവസാന നാളിൽ ആ ന്യായപ്രമാണം വെച്ച് വിധിക്കുക. മനസ്സാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്നവരെയാണ് ദൈവം അന്ത്യനാളിൽ മനസ്സാക്ഷിക്കനുസരിച്ച് വിധിക്കുക. എന്നാൽ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ, ക്രിസ്തുവിലൂടെ നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തിന്റെ, അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞില്ലേ, മനുഷ്യപുത്രൻ വന്നത് പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാനാണ്. മനുഷ്യന്റെ ചില അബദ്ധധാരണകൾ, പാരമ്പര്യമായി പിടിച്ചു വച്ചിരിക്കുന്ന ചില ആരാധനാ രീതികൾ, ജീവിത രീതികൾ, പാപത്തിൻ്റെ അടിമത്തം എന്നിവയാൽ പിശാചിനാൽ കെട്ടപ്പെട്ട് കിടന്ന മനുഷ്യജാതിയെ സ്വാതന്ത്ര്യത്തിലേക്ക്, ക്രിസ്തുവിലൂടെ ദൈവത്തിലേക്ക് എന്നത് അർത്ഥം. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ അടിമത്തം അനുഭവിച്ചുകൊണ്ട്, ന്യായപ്രമാണം അനുഭവിച്ചുകൊണ്ട്, ഒരു മനുഷ്യൻ്റെയോ ഒരു നിയമത്തിൻ്റെയോ അടിമത്തം അനുഭവിച്ചുകൊണ്ടല്ല നാം ദൈവത്തിലേക്ക് ചെല്ലേണ്ടത്, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ടാണ്. കർത്താവ് പറഞ്ഞില്ലേ, എന്താണ്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്താണ് അധ്വാനം? അത് ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നതാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കും, വലിയൊരു ഭാരമാണ് ന്യായപ്രമാണം അനുസരിക്കുവാൻ. ക്രിസ്തു പറഞ്ഞു, എൻ്റെ നുകം വഹിച്ചുകൊണ്ട് എന്നിൽ നിന്ന് പഠിക്കുവിൻ, എൻ്റെ നുകം മൃദുവും ലഘുവുമാകുന്നു. അതാണ് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം. അതനുസരിക്കുവാൻ അത്ര കഠിന പ്രയത്നമൊന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ പരിശ്രമിക്കേണ്ടതുണ്ട്, അധ്വാനമുണ്ട്. പക്ഷെ കഠിനമായി പരിശ്രമിച്ച് ഞാൻ പരാജയപ്പെടേണ്ട കാര്യമില്ല. കാരണം സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് അതിന് പിന്നെയും അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം തുലച്ചു കളയേണ്ട കാര്യമില്ല. പാരമ്പര്യങ്ങൾ അതൊരു അടിമത്തമാണ്. സമൂഹത്തിൽ നിന്ന് തെറ്റായി കിട്ടിയിട്ടുള്ള ചില ദൈവത്തെക്കുറിച്ചുള്ള ആരാധന രീതികളും അനുഭവങ്ങളും അത് അടിമത്തമാണ്. എന്നാൽ ക്രിസ്തു നമുക്ക് പകർന്നു തന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ വാക്കുകളാണ്. മകനെ, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കുമ്പോൾ, തളർവാദ രോഗിയെ സൗഖ്യമാക്കിയപ്പോൾ കർത്താവ് പറഞ്ഞതാ, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ സ്വാതന്ത്ര്യത്തിലേക്കാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ വഴികളിലൂടെയാണ് ദൈവത്തിലേക്ക് മനുഷ്യരെ ക്രിസ്തു നടത്തിയത് എന്നതുപോലെ അടിമത്തത്തിലായിരിക്കുന്ന, ന്യായപ്രമാണത്തിന് കീഴുള്ളവനായാലും പാരമ്പര്യത്തിലൂടെ ദൈവത്തെ അനുസരിച്ച്, ദൈവമെന്ന് പറയുന്ന വിഗ്രഹങ്ങൾ വണങ്ങിയും അനുസരിച്ചും ജീവിക്കുന്നവരെ ദൈവത്തിനായി നേടിയത് സ്വാതന്ത്ര്യത്തിൻ്റെ വഴികളിലൂടെയാണ് പൗലോസ്. അതിനെന്ത് വേണം? നമ്മൾ പറയട്ടെ, നമ്മൾ സുവിശേഷമൊക്കെ പറയുന്നില്ലേ ആൾക്കാരോട്, നമ്മുടെ ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട്, നമ്മൾ നിരാശയാണ് നമുക്ക്. എന്തുകൊണ്ടാണ് അവർ വരുന്നില്ല? എത്രയൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവർ വരാത്തത്? എന്തുകൊണ്ടാണ് അവർ വരാത്തത്? പക്ഷേ പറയുന്നത് നമ്മുടെ സമയത്തിന്, ദൈവത്തിൻ്റെ സമയത്തിനല്ല. എങ്ങനെയാണ് ദൈവത്തിൻ്റെ സമയം വരിക എന്നറിയോ? നമ്മൾ അവരുടെ കൂടെ ആകുക.
കൂടെ ആകുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത്. ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്ന കാര്യത്തിലല്ല. അവരുടെ ഉത്സവങ്ങളും അവരുടെ ആണ്ടുകളും അതുപോലെ തന്നെ അവരുടെ പരിപാടി പാരമ്പര്യമായി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ പങ്കുചേരുക എന്നതല്ല. അവരുടെ കൂടെ അവരുടെ ദുഃഖങ്ങളിൽ, ഇപ്പോൾ ഒരു മരണവീടുണ്ടല്ലോ, മരണവീട്, ആ മരണവീട്ടിൽ പോയി നമുക്ക് ചെയ്യാൻ കാര്യങ്ങളില്ലേ? ഓരോ മരണവീട്ടിൽ നമുക്ക് ചെയ്യാൻ കാര്യങ്ങളുണ്ട്, അവരെ സഹായിക്കാൻ. അല്ലാതെ ഞാൻ വിശുദ്ധനാണ്, എൻ്റെ കൂട്ടത്തിലുള്ളവരല്ല, എൻ്റെ ആരുമല്ല മരണപ്പെട്ടവർ, വെറുതെ ഒരു പരിചയക്കാരൻ മാത്രം, അല്ലെങ്കിൽ ഒരു അയൽപ്പക്കം, എൻ്റെ വിശ്വാസമായോ എൻ്റെ കർത്താവിൻ്റെ പ്രമാണവുമായോ ബന്ധമില്ലാത്തവരാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞിക്കേണ്ട കാര്യമില്ല. അവരോടൊപ്പം ഇപ്പം ചുരുക്കം പറഞ്ഞൊരു പന്തലിടേണ്ട കാര്യമായില്ലേ? ആ ടാർപ്പായൊക്കെ വലിച്ചു കെട്ടുന്നതിന്, കയറ് പിടിക്കുക, കാല് കുഴിച്ചിടുന്നതിന്, അത്യാവശ്യം അവിടെ വരുന്നവർക്ക് വെള്ളം കൊടുക്കുന്നതിന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അവരോടൊപ്പം നമ്മളുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടണം. അവരുടെ ആവശ്യങ്ങളിൽ കഴിയുമെങ്കിൽ അവർ രോഗികളായിരിക്കുമ്പോൾ അവരെ ചെന്ന് കാണണം. കഴിയുമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ട് സഹായം നാം ചെയ്യണം. ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്നവരാണെങ്കിൽ ഭക്ഷണവുമായി നാം കടന്നു ചെല്ലണം. അതാണ് സുവിശേഷം. എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചു. ജോഷി പറഞ്ഞൊരു മറുപടി, വിശക്കുന്നവന് എന്താണ് സുവിശേഷം? അവന് ആഹാരമാണ് സുവിശേഷം. രോഗിക്ക് എന്താണ് സുവിശേഷം? സൗഖ്യമാണ് അവന് സുവിശേഷം. ഇതൊക്കെ നൽകപ്പെടുന്നത് ക്രിസ്തുവിലൂടെയാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ദുഃഖമനുഭവിച്ച തടവറയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താണ് സുവിശേഷം? അവന് മോചനം. അവന് മോചനമാണ് സുവിശേഷം. അങ്ങനെ അവരുടെ ആവശ്യങ്ങളിൽ അവരോട് കൂടെ നിന്ന് അവരുമായി സഹകരിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷം പറയുവാൻ, നമ്മുടെ സാക്ഷ്യം പറയുവാൻ അവർ അവരുടെ ജീവിതത്തിൽ നമുക്ക് സമ്മതം തരും, അനുവാദം തരും. നാം തെളിയിച്ചു കൊടുക്കണം, നാം അവരോടൊപ്പം ഉണ്ട് എന്നൊരു ഉറപ്പ് അവർക്ക് കൊടുക്കണം. അപ്പോൾ അവർ നമ്മെ കേൾക്കും. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദൈവം തരുന്ന വാക്കുകൾ കൊണ്ട്, ദൈവം തരുന്ന ആലോചന കൊണ്ട് സംസാരിക്കുമ്പോൾ മാത്രമേ ആത്മാക്കളെ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അഹോരാത്രം നമ്മൾ പെടാപാടുപെട്ട് ഓടി നടന്ന് നമ്മുടെ ഊർജവും നമ്മുടെ സമ്പത്തും ഒക്കെയും ചെലവാക്കിക്കൊണ്ട് ഓടി നടന്നാലും ഒരു രക്ഷയുമില്ല പ്രിയപ്പെട്ട, ഒരു രക്ഷയുമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ പൗലോസിൻ്റെ മാതൃക സ്വീകരിക്കാൻ നമുക്ക് പറ്റൂ. കർത്താവ് കാണിച്ചു തന്ന മാതൃക സ്വീകരിക്കാൻ നമുക്ക് പറ്റൂ. നാം അവരോട് കൂടെയാണെന്നൊരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, അത് അവൻ ഞങ്ങൾക്ക് അന്യനല്ല, അവൾ ഞങ്ങൾക്ക് അന്യയല്ല, ഞങ്ങളോടൊപ്പം ഏത് നല്ല കാര്യത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമുക്ക് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ നമ്മെ കേൾക്കുവാനായിട്ട് അവർ സമ്മതം തരും, അനുവാദം തരും. അപ്പോൾ സത്യസുവിശേഷം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടും. അവർ അനുസരിച്ച് നിത്യത പ്രാപിക്കുകയും ചെയ്യും. ഇത് ഞാൻ പറഞ്ഞത് ആത്മാക്കളെ നേടേണ്ടതിന് വേണ്ടിയിട്ട്, അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ ആഗ്രഹം നമ്മൾ ജനിപ്പിക്കുന്നത് കർത്താവ്. ഇച്ഛിക്കുക എന്നും ഓടുക എന്നും തിരുവള്ളമുണ്ടായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് ദൈവമാണല്ലോ. അപ്പോൾ ആദ്യം ആഗ്രഹം തരും, പ്രവർത്തിക്കണമെന്നും കർത്താവിന് വേണ്ടി അധ്വാനിക്കണമെന്നും ആത്മാക്കളെ നേടണമെന്നും ഒരു ആഗ്രഹം കർത്താവ് നമുക്ക് തരും. എന്നിട്ട് അതിൻ്റെ വഴികൾ കർത്താവ് പറഞ്ഞു തരും. എന്നിട്ട് ആ വഴികളിലൂടെ നമ്മെ നടത്തും. അങ്ങനെ നടത്തി നമ്മൾ എന്ത് ചെയ്യും? കർത്താവിന് വേണ്ടി ആ ഒരു വലിയൊരു പ്രവൃത്തി ചെയ്യുവാൻ കൊണ്ടും അവസരം വരുത്തും. അങ്ങനെയാണ് ആത്മാക്കളെ സുവിശേഷത്തിന് വേണ്ടി നേടേണ്ടത്. ഇപ്പം ഞാൻ പറയാലോ, കഴിഞ്ഞ ആഴ്ചയിൽ ജോഷി സഹോദരൻ പറഞ്ഞല്ലോ, ആത്മീയ ഗുരു അല്ലെങ്കിൽ ആത്മീയ പിതാവ്. ഗുരു വേറെ, ഗുരു എന്ന് പറഞ്ഞത് വേറെ. അത് ഗുരു എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നമ്മെ പഠിപ്പിക്കുന്നവരാണ്. അത് ഗുരുക്കന്മാരെ ഏറെയുണ്ട് എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഗുരുക്കന്മാരെ ഏറെയുണ്ടെന്ന് പറയുന്നത് പലരും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ കുറിച്ചും വചനത്തെക്കുറിച്ചൊക്കെ. അവരൊക്കെ നമ്മുടെ ഗുരുക്കന്മാരാണ്. പക്ഷേ പിതാവ് ഒന്നേ ഉള്ളൂ. ഗുരുക്കന്മാരെ ഏറെയുണ്ടെങ്കിലും പിതാക്കന്മാരേറെ ഇല്ല, ഒന്നേ ഉള്ളൂ എന്ന് പൗലോസ് പറയുന്നത് എന്താണ്? ക്രിസ്തുവിലേക്ക് നമ്മെ വഴി നടത്തിയവൻ, നമ്മെ വീണ്ടും ജനിപ്പിച്ചവൻ ആണ് നമ്മുടെ ആത്മീയ പിതാവ്. എന്നെ സംബന്ധിച്ച് എന്നെ ക്രിസ്തുവിൽ ജനിപ്പിച്ചത് പോട്ടയിൽ വെച്ചാണ്. ഞാൻ വചനം കേട്ടതും രക്ഷ പ്രാപിച്ചതിന് പിന്നെ വീണ്ടും ജനിപ്പിച്ചത് എന്നെ വാഴാനി പരിസരത്ത്. ഞാൻ പറഞ്ഞില്ലേ, വാഴാനി ഡാമിലാണല്ലോ സ്നാനപ്പെട്ടത്. അവിടെ എനിക്കൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ തൊട്ടടുത്ത് തന്നെ ടൈലറിങ് നടത്തിയ മത്തായി ചേട്ടൻ ഉണ്ടായിരുന്നു. ആ മത്തായി ചേട്ടനാണ് എൻ്റെ ആത്മീയ പിതാവ്. ക്രിസ്തുവിൽ എന്നെ വീണ്ടും ജനിപ്പിച്ച ഒരു ദൈവദാസനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പോകാൻ എനിക്ക് പറ്റാറില്ല, ഇടയ്ക്കൊക്കെ വിളിച്ച് വിശേഷമൊക്കെ ചോദിക്കാറുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഈ മത്തായി ചേട്ടനുണ്ടല്ലോ, ഈ മത്തായി ചേട്ടനെ എന്നെ നേടിയതിൻ്റെ പ്രതിഫലം എപ്പോഴാണ് കിട്ടുക?
ഞാൻ ക്രിസ്തുവിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോഴാണ് മത്തായി ചേട്ടൻ അതിൻ്റെ പ്രതിഫലം കിട്ടുക. ഇപ്പം ഞാൻ ഒരാളോട് സുവിശേഷം പറഞ്ഞു, അവർ സത്യത്തിൽ അവരനുസരിച്ചു, അവർ കുറേ കാലം ജീവിച്ചു, പിന്നെ തട്ടിത്തിരിഞ്ഞ് വട്ടിത്തിരിഞ്ഞ് അങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് അതിന് പ്രതിഫലം കിട്ടില്ല. എൻ്റെ അധ്വാനത്തിന് കൂലി എനിക്ക് കിട്ടും, അധ്വാനിക്കുന്നതിന് കൂലി ഉറപ്പായും കർത്താവ് വരുന്നുണ്ട്. പക്ഷേ ആത്മാക്കൾ നേടുന്നതിൻ്റെ കൂലി എപ്പോഴാണോ ലഭിക്കുക? ഞാൻ ക്രിസ്തുവിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ, നിത്യജീവനിൽ കടക്കുമ്പോൾ മാത്രമാണ് അതിനുള്ള പ്രതിഫലം മത്തായി ചേട്ടന് ലഭിക്കുന്നത്. അപ്പം മത്തായി ചേട്ടന് എന്ത് ചുമതലയുണ്ട്? എന്നെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ ആ നിത്യതയിലേക്ക് എത്തിക്കേണ്ട ചുമതല ആർക്കുണ്ട്? ജനിപ്പിച്ചവനാണ്. നിങ്ങൾ മക്കളെ ജന്മം കൊടുത്തുകൊണ്ടല്ലേ മക്കളെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യുന്നത് അല്ലേ? അപ്പം നിങ്ങൾക്ക് മാതാപിതാക്കൾക്കാണ് ചുമതല, ജനിപ്പിച്ചവനാണ് ചുമതല. അതൊക്കെ മറക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ അവരെ നിത്യതയോളം കർത്താവ് വരുന്നത് വരെ, അല്ലെങ്കിൽ ആ വ്യക്തിയും ഈ ഭൂതലത്തിലുള്ള ജീവിതവും അവസാനിക്കുന്നത് വരെ ക്രിസ്തുവിലൂടെ നടത്തേണ്ട ചുമതല ജനിപ്പിച്ചവന് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമുക്ക് കർത്താവ് അവസരം തരും. ആ അവസരം തക്കത്തിൽ, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക എന്ന് പറയുന്നുണ്ട്. സമയം തക്കത്തിൽ ഉപയോഗിക്കുക എങ്ങനെയാ? ഇങ്ങനെ നാം അവരോടൊപ്പം ജീവിച്ച് അവരൊരാളെ പോലെയായി കഴിയുമ്പോൾ അവർ നമുക്ക് അവസരം തരും. അങ്ങനെ നമുക്ക് നമ്മുടെ ഈ സുവിശേഷം എന്ന ഈ സൽപ്രവൃത്തി ചെയ്യുവാൻ തക്കോണം ഇടവരുത്തുകയും ചെയ്യും. അത് ഫലവത്തായി തീരുകയും ചെയ്യുമെന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് സ്വർഗത്തിലിരുന്ന് നിങ്ങളൊക്കെ മാനസാന്തരപ്പെട്ട് പ്രവാചകന്മാരെ അയച്ച്, മോശയിലൂടെ ന്യായപ്രമാണം കൊടുത്തു, അനേക പ്രവാചകന്മാരെ അയച്ചു, ദൈവത്തെ അനുസരിക്കണം, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കണം, നിങ്ങൾ എന്നെ ദേശിക്കും ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും അനുസരിക്കണില്ലല്ലോ. ആരും അനുസരിക്കാതിരുന്നപ്പോഴുള്ള തൻ്റെ മനുഷ്യ സാദൃശ്യത്തിലായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യ സാദൃശ്യത്തിലായി മാത്രം ഈ ഭൂമിയിലേക്ക് വന്നിട്ട് കാര്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് കർത്താവ് ദാസരൂപമെടുത്തത്. മനുഷ്യരെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം മനസ്സോടുകൂടി കർത്താവ് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചതാണ്. മനുഷ്യ സാദൃശ്യത്തിലായി വിളങ്ങി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, ദാസരൂപം എടുത്തത് കൊണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ആ ഒരു തലത്തിലേക്ക് ഇറങ്ങുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഈ ആഗ്രഹം കർത്താവ് 2024 നിവർത്തിച്ചു തരും. കർത്താവ് പറയുന്നു. സ്തോത്രം. വീണ്ടും കുറിവാക്യത്തിൽ തന്നെ നമുക്ക് വായിക്കാനുണ്ടല്ലോ. ഇനി ബലഹീനന്മാരെ നേടേണ്ടതിന് വായിച്ച 23-ാമത്തെ, ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി, ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. ഏത് വിധത്തിലും, എങ്ങനെയെങ്കിലും, ഏത് സാധ്യതകൾ ഉപയോഗിച്ചിട്ടായാലും, ഏത് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടായാലും ക്രിസ്തുവിന് വേണ്ടി എങ്ങനെയും അനേകം പേരെ നേടേണ്ടതിന് എൻ്റെ ജീവകാലം അത്രയും ഞാൻ പ്രവർത്തിക്കും. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ യഹൂദന്മാരെ, ന്യായപ്രമാണമുള്ളവരെ, ന്യായപ്രമാണമില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ബലഹീനരെ നേടേണ്ടതിന്. ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. പൗലോസ് ബലഹീനനായിരുന്നോ? പൗലോസ് ബലഹീനനായിരുന്നില്ല. പൗലോസ് പറഞ്ഞു ബലഹീനതയിൽ പ്രശംസിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതല്ല കേട്ടോ പൗലോസിൻ്റെ ബലഹീനത. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നല്ല പൗലോസിൻ്റെ ബലഹീനത. സ്തോത്രം. ബലഹീനരെ നേടേണ്ടതിന് ആർക്കെങ്കിലും ഒരു ചെറിയൊരു അബദ്ധം പറ്റി, ഒരു തെറ്റ് പറ്റി ജീവിതത്തിൽ, തങ്ങളുടെ മനസാക്ഷി കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരാശയിൽ എനിക്കിങ്ങനെ തെറ്റുപറ്റി പോയല്ലോ, എനിക്കിങ്ങനെ ഒരു ചതി പറ്റി പോയല്ലോ, എനിക്കിങ്ങനെ അബദ്ധം പറ്റി, അമളി പറ്റി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേദനിക്കുന്നവരോട് കൂടെ നിൽക്കുവാൻ കർത്താവ് ഈ ദൈവത്തിൻ്റെ സഭയോട് അരുളി ചെയ്യുന്നു. പ്രസംഗിക്കുന്നവൻ കർത്താവിൻ്റെ അരുളപ്പാടുകൾ പറയുന്നത് പോലെ പ്രസംഗിക്കട്ടെ എന്നാണ് പത്രോസ് പറഞ്ഞത്. പത്രോസ് അങ്ങനെയാണ് പ്രസംഗിച്ചിരുന്നത്. എപ്പോൾ? പരിശുദ്ധാത്മ വന്നതിന് ശേഷം. കർത്താവ് സഭയോട് പറയുക, ബലഹീനരെ നിങ്ങൾക്ക് നേടണോ അതോ തള്ളിക്കളയണോ? 2 വഴികളുണ്ട്. നിങ്ങൾക്ക് ബലഹീനരെ തള്ളിക്കളയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബലഹീനരെ നേടാം. ഏത് മാർഗം നാം സ്വീകരിക്കും? അതോ തെറ്റുപറ്റിയവൻ്റെ അടുക്കൽ പോയി നിനക്ക് വല്ലതും അറിയോ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന്? നീ വല്ലതും പഠിച്ചിട്ടുണ്ടോ? നിനക്ക് എന്നിട്ട് തേങ്ങണ മൂട അറിയാം? അതൊക്കെ എന്നെ നോക്ക്.
ദൈവം തന്ന അറിവ് കൊണ്ട് ഞാൻ വിശുദ്ധനായി ജീവിക്കുക, വിജയിയായി ജീവിക്കുക. എനിക്ക് ജീവിതത്തിൽ പരാജയം പറ്റിയിട്ടില്ല. എനിക്കെൻ്റെ ജീവിതത്തിൽ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല. ഞാനിപ്പോഴും നിൽക്കണം, നിപ്പ് കണ്ടോ എന്ന് അവരെ ഉപദേശിക്കുന്നതിന് പകരം, പ്രിയ സഹോദര സഹോദരി, ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ? ഇന്ന് ഈ വീഴ്ചയെപ്പറ്റി, ഈ പരാജയത്തെപ്പറ്റി, ഈ ഒരു പ്രവൃത്തിയെപ്പറ്റി നീ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ഞാനും ഒരു കാലത്ത് ദുഃഖിച്ചിരുന്നവനാ. ഈ ഒരു കാര്യത്തിൽ ഒരു കാലത്ത് ഞാനും ദുഃഖിച്ചിരുന്നവനാ. എനിക്കും ഉണ്ടായിട്ടുണ്ട് ഈ ബലഹീനത. ഞാനും തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് കർത്താവിനോട്. പക്ഷെ ഇപ്പൊ കർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. വീണ്ടും എന്നെ കണ്ണുനീർ തുടച്ച് ഹൃദയത്തിൽ സ്വസ്ഥത നൽകി, സമാധാനം നൽകി, എന്നെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നിന്നെയും കർത്താവ് സ്നേഹിക്കുന്നു, നിന്നെയും ചേർത്ത് പിടിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. തളരരുത്, പതറരുത്. ഒരു കരം നിന്നെ തേടി വരുന്നു, അത് മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പൊ ബലഹീനരെ സഹായിക്കേണ്ടതിന് ബലഹീനനെ പോലെയായി എന്ന് പൗലോസിന്റെ പറയുന്നതിന് സാരതാണ്. അല്ലാതെ എങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ എങ്ങനെയാന്ന് രക്ഷപ്പെടുത്തുക? ഗലാത്യലേഖനം 6-ാം അധ്യായം ഗലാത്യലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിനും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം നിവർത്തിപ്പിൻ. എന്തു ഭാരം ചുമക്കണ്ടേ? 10 പറ നെല്ലും ചാക്കിന്റെ ഭാരോ? അത് 10 കിലോ കട്ടിയുടെ ഭാരോ? തൂക്കം പിടിക്കുന്ന കട്ടിയില്ലേ, അതിന്റെ ഭാരോ? അല്ലെങ്കിൽ ഒരു കെട്ട് വിറക് ആരെങ്കിലും ചുമന്ന് കൊണ്ടുവന്ന് ഞാനും ചുമക്കാമെന്ന് പറഞ്ഞ് അതാണോ? ആ ഭാരമാണോ? അല്ല, പാപത്തിന്റെ ഭാരം. ഏറ്റവും കൂടുതൽ ഭാരം എന്താ? ശരീരത്തിന് നമുക്ക് പല സംഗതികളും താങ്ങാൻ പറ്റും, പക്ഷെ മനസ്സിന് താങ്ങാൻ പറ്റുമോ? ശരീരം കൊണ്ട് നമുക്ക് കാലാവസ്ഥയെ, മഞ്ഞിനെ, മഴയെ, വെയിലിനെ ഒക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചേക്കും. പക്ഷേ മനസ്സിന് വന്നുകൂടുന്ന പ്രത്യാഘാതങ്ങൾ, പ്രതികൂലങ്ങൾ നമുക്ക് അതിജീവിക്കാൻ പറ്റുമോ? അത്രയും മനക്കെട്ടിയുള്ളവർക്ക് പറ്റും. അത്ര മനക്കെട്ടിയുള്ളവർക്ക് ഒരു പക്ഷെ സാധിച്ചേക്കാം. പക്ഷേ ബലഹീന മനസാക്ഷിയിൽ ഇരിക്കുന്നവർക്ക് അതിനെ മറികടക്കുവാൻ കൊണം പറ്റില്ല. ഭാരവുമായിരിക്കുന്ന, പാപത്തിന്റെ ഭാരവുമായി, തെറ്റ് ചെയ്തതിന്റെ ഭാരവുമായിരിക്കുന്നതിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ല. ക്രിസ്തുവിന് വേണ്ടി അവനെ രക്ഷിക്കാനായിട്ട് പ്രയത്നിക്കുക. ക്രിസ്തുവിന് വേണ്ടി അവനെ നേടേണ്ടതിന് വേണ്ടി പ്രയത്നിക്കുക. അവനോടൊപ്പിരിക്കുക, കരയുന്നവരോട് കൂടി ഇരിക്കുക, പാപഭാരത്താൽ ദുഃഖിച്ചുന്നവരോട് കൂടി ഇരിക്കുക. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി നേടാനായിട്ട് മനസ്സുള്ളവരാണതാണ്. സൗമ്യതയുടെ ആത്മാവിൽ ചെന്ന് അവനെ യഥാസ്ഥാനപ്പെടുത്തുക. ഇങ്ങനെ അവന്റെ ഭാരവും, സഹോദര സാരല്ല, സഹോദരി സാരല്ല, ആർക്കും പറ്റുന്നതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുന്ന മറ്റൊരു വാക്കുണ്ട്. എന്താണെന്ന് പറയൂ? 2 കൊരിന്ത്യർ ലേഖനം എടുത്തോട്ടെ, 11-ാം അധ്യായം. പൗലോസ് സുവിശേഷത്തിന് വേണ്ടി വളരെ അധ്വാനിച്ചു. ഉറക്കളം, വിളപ്പ്, പട്ടിണി, നഗ്നത, കാട്ടിലാപത്ത്, കടലിലാപത്ത്, കാരാഗൃഹവാസം, പലവട്ടം അടികൊണ്ടു, പല ദുഃഖങ്ങളും ദുരിതങ്ങളും കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി അനുഭവിച്ചു. അനേക പ്രയത്നം പൗലോസ് നടത്തി. പക്ഷെ അതിനിടയിലും ഒരു ഭാരം പൗലോസിനെ ഭരിച്ചിരുന്നു. ഒരു ഭാരം. 11-ാമത്തെ അധ്യായം 2 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 28 വായിച്ചോളൂ. 28 മുതൽ വായിച്ചോളൂ. ആ സംഗതികളൊന്നും, അനുഭവിച്ച സംഗതികളൊന്നും വായിക്കണ്ട. 28-ാമത്തെ വാക്യം വായിച്ചാൽ മതി.
അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. തിരക്കിട്ട് പറഞ്ഞാൽ അതിനോടി നടന്നു എന്നുള്ളതല്ല. കാരാഗൃഹത്തിലായിരുന്നാലും, പട്ടിണിയിലായിരുന്നാലും, നഗ്നതയിലായിരുന്നാലും, അടികൊള്ളുമ്പോഴും, ഉറക്കമിളയ്ക്കുമ്പോഴും, രോഗം അനുഭവിക്കുമ്പോഴും, ക്രിസ്തുവിന് വേണ്ടി ഇതൊക്കെ അനുഭവിക്കുമ്പോഴും സർവ്വസഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ പൗലോസിനെ ഭരിച്ചുകൊണ്ടിരുന്നു. ഒന്ന് ഗലാത്യ സഭകളോട് പറയുന്ന കർത്താവ് പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാങ്ങുന്നതിന് വേണ്ടി പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. ഗലാത്യ സഭയോട് ഒരു ഉത്കണ്ഠയായിരുന്നു പൗലോസിന്. അന്ന് വായിക്കാമോ 4-ാമത്തെ അധ്യായത്തിൽ ഗലാത്യ ലേഖനം? ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം 19-ാമത്തെ വാക്യം, 4:19. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. ആ ഉത്കണ്ഠ, ആ സഭയെ കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ, ആശങ്ക പൗലോസോട് പറയുകയാണ്. അടുത്തത് കൊരിന്ത്യ സഭയോട്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമോ എന്ന് ഞാൻ ഉത്കണ്ഠപ്പെടുന്നു. പറഞ്ഞിട്ടില്ലേ 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ? എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇപ്പൊ ഇത് എഴുതുമ്പോ മാത്രമല്ല ഭയപ്പെട്ടിരുന്നേ, എപ്പോഴ് സുവിശേഷത്തിന് വേണ്ടി ഇതൊക്കെ അനുഭവിക്കുമ്പോൾ പൗലോസ് മാറപ്പെട്ടിരുന്നു. ഏതെങ്കിലും കള്ളന്മാര് വന്ന് കർത്താവിന് വേണ്ടി നേടിയ ആട്ടിൻകൂട്ടത്തെ വഴിതെറ്റിച്ച് കൊള്ളയടിച്ച് നശിപ്പിക്കപ്പെടുമോ എന്നൊരു ചിന്താഭാരം പൗലോസിനുണ്ടായിരുന്നു. ഗലാത്യ സഭയിൽ എന്താ? സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തിന് മേലെ മോശ നൽകിയ ന്യായപ്രമാണം എന്ന അടിമനുഖം വെച്ച് കെട്ടാനായിട്ട് ഗലാത്യ സഭയിൽ ചിലർ നുഴഞ്ഞു കയറി. കൊരിന്ത്യ സഭയിൽ അന്ന് വരെ അവർ കേൾക്കാത്ത മറ്റൊരു സുവിശേഷവുമായി ചിലർ ചെന്നു, മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചു. ഇതൊക്കെ ഒരു ഉത്കണ്ഠയായി പൗലോസിന്റെ മനസ്സിൽ ശേഷിച്ചു. അപ്പൊ വചനം അറിയിച്ചാൽ മാത്രം പോരാ, വചനം പഠിപ്പിച്ചാൽ മാത്രം പോരാ, സഭകൾക്ക് രൂപം കൊടുത്താൽ മാത്രം പോരാ. അവിടെയൊക്കെ പോയി അവരെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പരമാവധി കാണുകയും അവരെ കുറിച്ച് അന്വേഷിക്കുകയും അവർക്ക് നല്ല വാക്കുകൾ പറഞ്ഞ് എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നവനായ പൗലോസ് ഉത്കണ്ഠ ഭരിച്ചുകൊണ്ടിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കണ്ഠ എന്താണ്? ദുരുപദേശത്താൽ വഴിതെറ്റി ആടിയുല്ലുന്ന ശിശുക്കളെ പോലെ വഴിതെറ്റി പോകാതിരിക്കേണ്ടതിന് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും പൗലോസിനുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഒന്നത്. പിന്നെ 11-ാം അധ്യായം, 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം വിട്ടോ ഭാഗം, അത് പറഞ്ഞിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്ന. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു അതല്ല. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 29-ാമത്തെ വാക്യമാണ് വായിക്കേണ്ടത്. 28 നമ്മൾ വായിച്ചു, 29 വായിക്കേണ്ടത്. ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു, ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. ആര് ബലഹീനനായിട്ടാ ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നത്? ആരുടെ ബലഹീനതയിലാ ഞാൻ പങ്കുചേരാതിരുന്നിട്ടുള്ളത്? ആരുടെ ബലഹീനതയിലാ പൗലോസ് പങ്കുചേരാതിരുന്നിട്ടുള്ളത്? ആരെയും ബലഹീനതയെ പ്രതി പൗലോസ് തള്ളിക്കളഞ്ഞിട്ടില്ല. അവരുടെ ബലഹീനത അറിയുമ്പോൾ പൗലോസ് സപ്പോർട്ട് ചെയ്തു. അതിന് പൗലോസ് സപ്പോർട്ട് ചെയ്ത് തെസ്സലോനിക്കയിലെ 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഉൾക്കരുത്തില്ലാത്തവരെ ബലപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ബലഹീനരെ നേടേണ്ടതിന് ബലഹീനനായി തീർന്നവനാ പൗലോസ്. അതായത് ഒരു വീഴ്ച പറ്റി, ആ വീഴ്ചയിൽ പങ്കുപറ്റി പൗലോസ് ജീവിച്ചു എന്നല്ല അർത്ഥം. ആ വീഴ്ചയിൽ കിടന്ന് നശിക്കാതെ, ആ ചെളിയിൽ കിടന്ന് ആരെങ്കിലും വീണ് നശിക്കാതെ അവിടെ നിന്ന് രക്ഷിക്കേണ്ടതിന് വേണ്ടി പൗലോസ് അവരോടൊപ്പം ചേർന്നെന്നുള്ള. പൗലോസ് ദൂരത്തായിരുന്നാലും ലേഖനങ്ങളിലൂടെയും ദൂതന്മാർ വഴിയും
ഓരോരുത്തരെയും ഓരോ സ്ഥലങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരുന്നപ്പോഴും അവർ വഴി നൽകിയ ദൂത് വഴിയിട്ടാണെങ്കിലും പൗലോസ് അവരോടൊപ്പം ചേർന്നു. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനെ പോലെയായി. ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു, ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. അഴലാതിരിക്കുന്നു വാക്കൊന്നുകൂടി കൃത്യമാകേണ്ടതിന് നമുക്ക് മറ്റൊരു തർജ്ജമയെന്ന് വായിച്ചാലോ. 11:29. ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എന്റെ ഹൃദയം കത്തിയെരിയാത്തത്? ഓക്കെ, ഞാൻ പറയാം. കർത്താവ് നിന്ന് ഉദ്ദേശിക്കുന്ന ഭാഗം, പൗലോസ് നിന്ന് ഉദ്ദേശിക്കുന്ന ഭാഗം എന്തെന്നറിയാം. ഞാൻ പറയാം. ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു എന്ന് പറയേണ്ട അർത്ഥം, ആർക്കെങ്കിലും ഒരു ഇടർച്ച വന്നു. ഇടർച്ച, അപ്പം ഇടർച്ചകൾ വരേണ്ടത് ആവശ്യം. ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ഓക്കെ, എന്നാൽ അഥവാ ആരെങ്കിലും ഒരു ഇടർച്ച പറ്റി, അപ്പോൾ പറ്റുമ്പോൾ ഒരു ഇടർച്ച വരുത്തുന്നതിന് ഇവിടെ ഉണ്ടാകും, എവിടെ കൂടെ ഉണ്ടാകും. അപ്പൊ ഇടർച്ച പറ്റിയ ആള്, ഒരു തെറ്റു പറ്റിയ ആള്, ഇടറിപ്പോയ വ്യക്തിയെ പൗലോസ് ചേർത്ത് പിടിക്കും. പൗലോസ് ബലഹീനനെ ചേർത്ത് പിടിക്കുന്ന പോലെ ഇടറിപ്പോയ വ്യക്തിയെയും ചേർത്ത് പിടിക്കും. എന്നിട്ട് ഇടർച്ച വരുത്തിയവനോടാണ് ഈ കോപം. ആരുടെ കോപം? എന്താ നേരത്തെ വായിച്ചത്? ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എന്റെ ഹൃദയം കത്തിയെരിയാത്തത്? തെറ്റ് ചെയ്യുന്നവനുണ്ട്. ഇടറിപ്പോയവൻ ഒരുത്തനുണ്ടെങ്കിൽ ഇടർച്ച വരുത്തിയവൻ ഒരുത്തനുണ്ട്. ആ ഇടറിപ്പോയവനെ ചേർത്ത് പിടിക്കുകയും ഇടർച്ച വരുത്തിയവനെതിരെ കോപമായിട്ടാണ് പൗലോസ് നിൽക്കുന്നത്. ആരെങ്കിലും ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ അവന് അയ്യോ കഷ്ടം. ഒരു തിരിക്കല്ല് അവൻ്റെ ശരീരത്തിൽ കെട്ടി കടലിനടിയിൽ ചാടുന്നതാണ് അവന് നല്ലത്. അപ്പൊ ഇടറിപ്പോയവനെ ശാസിക്കുകയും ഇടറി വീണവനെ ചേർത്ത് പിടിക്കുകയും ഇടർച്ച വരുത്തിയവനെ ശാസിക്കുകയും ചെയ്തവനാണ് പൗലോസ്. അതിൽ വ്യക്തമായ കാരണങ്ങളോടുകൂടി തന്നെ. ഗലാത്യ സഭ എന്ത് ചെയ്തു? തെറ്റിലേക്ക് അവർ പോയി. കൊരിന്ത്യ സഭ വേറെ സുവിശേഷത്തിന് അവരുടെ ഹൃദയം തുറന്നു കൊടുത്തു. ഉപേക്ഷിച്ചോ? ഇല്ല, അവരെ തെറ്റിതിരുത്തി. അവർ ചേർത്ത് പിടിച്ചോണ്ട് പിന്നെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ചേർത്ത് പിടിക്കുക പൗലോസ് ചെയ്തത്. സ്തോത്രം. അങ്ങനെ യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരാണ് നേടേണ്ടതിന് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനല്ല എങ്കിലും അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനെ പോലെയായി. ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ക്രിസ്തുവിന് ന്യായപ്രമാണം ഉള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവർക്ക് അവൻ ന്യായപ്രമാണമില്ലാത്തവനായി തീർന്നു. ബലഹീനരെ നേടേണ്ടതിന് ബലഹീനർക്ക് ബലഹീനനായി തീർന്നു. ഏത് വിധത്തിലെയും ആ കുറിവാക്യത്തിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. ആർക്കൊക്കെ ആരായി തീരണമോ ഞാൻ അവർക്കൊക്കെയും അതായി തീർന്നു. ക്രിസ്തു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായ ജീവനുണ്ടാകാനും തന്നെയാണ് വന്നിരിക്കുന്നത്. കള്ളന്മാർ വന്നത് മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനുമാണ്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടിയാണ്. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചില വിടുകയും ചിലവായി പോകുകയും ചെയ്യും. കൊരിന്ത്യ ലേഖനത്തിലാണ് പറഞ്ഞത്. 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. 2 കൊരിന്ത്യ 12-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചിലവിടുകയും ചിലവായി പോകുകയും ചെയ്യും. പൗലോസ് പ്രശ്നമില്ല, എന്താവാനും തയ്യാറാ. ഏത് വിധത്തിലും ക്രിസ്തുവിന് വേണ്ടി അനേകരെ നേടണം. എന്താണ് പൗലോസിന്റെ ലക്ഷ്യം? നമ്മൾ കുറുവാക്യം വായിച്ചതിന്റെ അവസാന വാക്യം വായിച്ചിട്ടില്ല, അതൊന്ന് വായിച്ചോളൂ. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പം സുവിശേഷം അറിയിച്ച പോരെ? ട്രാക്ട് കൊടുത്താൽ പോരെ? കവല പ്രസംഗം നടത്തിയ പോരെ? കൺവെൻഷൻ പ്രസംഗം നടത്തിയ പോരെ? ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ പോരെ? പങ്കാളിത്തല്ലേ? എനിക്ക് പങ്കാളിത്തം കിട്ടും. പക്ഷേ ശരിയായൊരു തർജ്ജമ വായിച്ച് നമുക്ക് കാണാൻ സാധിക്കും, സുവിശേഷത്തെ പ്രതിയുള്ള സമ്മാനം
അത് ഏത് തർജ്ജമയില? ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ വായിക്കുന്നത് നമ്മുടെ ഹോശാന ബൈബിളുണ്ട്, മലയാളം ബൈബിൾ എന്ന് പറഞ്ഞ്, അതെന്നാണ് വായിക്കുന്നത് കേട്ടോ. പതിമൂന്നാമത്തെ വാക്യം അല്ല 23-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. സുവിശേഷത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ പങ്കു പറ്റേണ്ടതിന് സുവിശേഷത്തിന് വേണ്ടി ഇവയെല്ലാം ഞാൻ ചെയ്യുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി, ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടി എല്ലാമായി തീരുക എന്ന ദൗത്യം. സുവിശേഷത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ പങ്കുപറ്റേണ്ടതിന്. അപ്പോൾ അനുഗ്രഹമുണ്ട്, അനുപ്രതിഫലമുണ്ട് എന്നാണ് തൊട്ടടുത്ത വാക്യങ്ങൾ പറഞ്ഞത്. ഓട്ടപ്പന്തയത്തിൽ ഓടുന്നവൻ അനേകരുണ്ടെങ്കിലും ഒരുത്തനെ വിരുദ്ധ പ്രാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ആ പ്രതിഫലം ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത്, വിശദീകരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കിടക്കണ്ട. പക്ഷേ ഇതെല്ലാമായി തീർന്ന പൗലോസിന് തീർച്ചയായും പ്രതിഫലം ലഭിക്കും. നമുക്കാവാൻ സാധിച്ചിട്ടുണ്ടോ? ബലഹീനത നേടേണ്ടതിനെങ്കിലും നിനക്ക് തെറ്റുപറ്റി നിന്നെ ഞാൻ തള്ളിക്കളയില്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്, വാ നമുക്ക് ഒരുമിച്ച് കർത്താവിലേക്ക് പോകാം, വാ നമുക്ക് ഒരുമിച്ച് പോകാം. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, കർത്താവ് നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവനോട് ചേർന്ന് നിൽക്കുവാൻ, തെറ്റിൽ നിന്നും അവനെ രക്ഷിക്കുവാൻ, തീയിൽ നിന്നും അവനെ വലിച്ചെടുക്കുവാൻ, ശിക്ഷാവധിയിൽ നിന്നും ആ നരകത്തീയിൽ നിന്നും രക്ഷിച്ചെടുക്കുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടോ? എങ്കിൽ ആരൊക്കെയായി തീരണമെന്ന് കർത്താവ് വെളിപ്പെടുത്തി തരും. നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ സമൂഹത്തിലുള്ളവര്, നമ്മുടെ കൂടെയുള്ളവർ, ചില ജീവിത പങ്കാളിയെ കുറിച്ചെന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീജനം ബലഹീന പാത്രം എന്ന് പറയുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് പത്രോസിന്റെ ലേഖനം എടുത്താണ്. പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. 1 പത്രോസ് 3:7. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. സാവിത്രി ബലഹീന പാത്രം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടാ. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ സാവിത്രി നിർത്തി പറയുകയാണ്. എന്നെക്കാളും കൂടുതൽ ബലമൊക്കെ അവൾക്കുണ്ട്, പിന്നെയും ബലഹീനത എനിക്കാന്ന് ഞാൻ പറയുക. പൊതുവതിയിൽ ആരോടല്ല ഞാൻ അങ്ങനെ പറയാം. ഞാൻ എവിടെയും ഞാൻ മിടുക്കാനാവാൻ ശ്രമിക്കാറില്ല. അപ്പോൾ സാവിത്രിക്കൊരു ബലഹീനത പറ്റി. സ്ത്രീകൾക്കാണല്ലോ പെട്ടെന്ന് എടുത്തുചാട്ടും തീരുമാനങ്ങളും കുറെ കാര്യങ്ങൾ അബദ്ധങ്ങൾ പറ്റുന്ന സ്ത്രീകൾക്കാണല്ലോ. ഇങ്ങനെ ഒരു പാട്ടുണ്ട്, സിനിമാ പാട്ട്. പെണ്ണിൻ വാക്കിന് കാതു കൊടുത്താൽ പൊണ്ണനു പാതാളം, വരവറിയാതെ ചിലവൊക്കെ ചെയ്താൽ പെരുവഴിയാധാരം, പെണ്ണിൻ വാക്കിന് കാതു കൊടുത്താൽ പൊണ്ണനു പാതാളം എന്നൊക്കെ പറയുന്നുണ്ട്. അർത്ഥം എന്താണെന്നറിയോ? അവര് ചിലപ്പോൾ എടുത്തുചാടി ചില കാര്യങ്ങൾ പറയും. അപ്പൊ ഞാൻ ശാന്ത സ്വഭാവക്കാരനാണെങ്കിൽ ചിലപ്പോൾ സാവിത്രിക്ക് അത് ഉണ്ടായിരിക്കണം എന്നില്ല, നിർബന്ധം ഞാൻ പിടിക്കണോ? അവൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നവളായിരിക്കും. അവ ഞാൻ എന്ത് ചെയ്യണം? അവളെ തല്ലണോ? അവൾ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ അവളെ തള്ളണോ? അവളുടെ ബലഹീനതയാ അത്. ഞാൻ അവളോടൊപ്പം നിൽക്കണം, ശാന്തമായിരിക്കണം. ഞാൻ ശാന്തമായിരുന്ന് അശാന്തതയോടുകൂടി അതിനെ നേരിടണം, എതിർത്തൊന്നും പറയാതെ. അവൾ ദേഷ്യം നിൽക്കുമ്പോൾ, നിങ്ങളുടെ ഭാര്യമാരോടും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെ ദേഷ്യത്തോടെ കാര്യങ്ങൾ പറയുമ്പോൾ, ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശാന്തമാകണം. ശാന്തമായി നിന്ന് അതിനെ നേരിടണം. സ്ത്രീജനം ബലഹീന പാത്രമെന്ന് നിങ്ങൾ കരുതണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും. നിങ്ങൾ തമ്മിൽ വക്കാണുണ്ടാവും, വഴക്കും വക്കാണുണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? അത് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവില്ല. അന്ന് ചിലപ്പോൾ കുടുംബ പ്രാർത്ഥന ഉണ്ടാവില്ല വീട്ടിൽ. നിങ്ങൾക്ക് സ്വസ്ഥമായി ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? കൂൾ ഡൗൺ. അവൾ ബലഹീന പാത്ര, സ്ത്രീജന ബലഹീന പാത്രം എന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് സ്തോത്രം. അവളോടൊപ്പം നിൽക്കുക. ശാന്തമാകുമ്പോൾ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കുക. അത് ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതിൻ്റെ വരും വരായികൾ അവൾ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ ഭാര്യമാരോടാ പറഞ്ഞു. ഭാര്യമാരോട് നിങ്ങൾ അനുവർത്തിക്കേണ്ട രീതി. അതിന് ഭാര്യമാർക്ക് വല്ല അനുവർത്തിക്കേണ്ട രീതി ഉണ്ടോ?
ഇപ്പോൾ സഹോദരിമാർ സന്തോഷിക്കേണ്ട, സഹോദരിമാർക്കും ഒരു അനുവർത്തിക്കേണ്ട രീതി പറഞ്ഞുതരാം. പത്രോസിൻ്റെ ലേഖനം തന്നെ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. 1 പത്രോസ് 3:1. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. കേട്ടോ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അത്ര വിശ്വാസമൊന്നും ഉണ്ടാവില്ല, ഞങ്ങളെ പോലെ തീക്ഷ്ണത ഉണ്ടാവില്ല, വചനനുസരിക്കാൻ ചിലപ്പോൾ മനസ്സൊന്നും ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും? അവർ ചിലപ്പോൾ തെറ്റ് ചെയ്യും, നിങ്ങളോട് ദേഷ്യപ്പെടും, ചിലപ്പോൾ 2 നിങ്ങൾ തന്നു വരാം. പക്ഷെ എന്ത് ചെയ്യണം? കൂൾ ഡൗൺ. നിങ്ങൾ ശാന്തതയോടെ അവരോട് പെരുമാറണം, സൗമ്യതയോടെ അവരോട് പെരുമാറണം. അവർ നിങ്ങളുടെ തലയാ, ഭർത്താക്കന്മാർ നിങ്ങളുടെ തലയാ, അവർ ക്രിസ്തുവിൻ്റെ ശിരസ. ഭർത്താക്കന്മാരുടെ തല ക്രിസ്തുവാണ് എന്നതുകൊണ്ട് അവർ ക്രിസ്തുവിൻ്റെ ശിരസ, ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഭർത്താക്കന്മാരുടെ ശരീരമാണ് നിങ്ങൾ. തല ശരീരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ തലയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ, തലയിൽ നിന്നുള്ള ആലോചനകൾ അനുസരിച്ച് ശരീരം പ്രവർത്തിക്കുന്നത് പോലെ അതാണ് കീഴടങ്ങിയിരിക്കാൻ പറയുന്നത്. പക്ഷേ ഭർത്താവ് തെറ്റ് എന്ത് ചെയ്യും? ഭാര്യമാരെന്ത് ചെയ്യും? പിന്നെ പിടിക്കും, അവരുടെ അങ്കായി. അവന് പ്രാർത്ഥനയും ആത്മീയതയും വീട്ടിലുണ്ടാവോ? ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടാവോ വീട്ടിൽ? വചനം വായിച്ച മനസ്സിലാവോ? പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കുവോ? മക്കൾ നല്ല മാതൃക കണ്ട് വളരുമോ? മക്കൾ നശിക്കണേന് ആരോടെ കുറ്റം പറയണേ? മക്കൾ നശിക്കണേന് പരിതപിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടവ അതാത് സമയത്ത് ചെയ്യണം. ഭാര്യ ഭർത്താവിനോട് ഇടപെടേണ്ടത്, ഭർത്താവ് ഭാര്യയോട് ഇടപെടേണ്ടത്. വചനവിരുദ്ധമായ വല്ല കാര്യങ്ങളും അപ്രതീക്ഷിതമായി സംഭവിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ കൃപയിലേക്ക് വരിക. ഈ തക്ക തുണ എന്ന് പറയുന്നത് എന്താണ്? ആദാമിന് തക്ക തുണയായി ഹവ്വായെ കൊടുത്തു. ഈ തക്ക തുണ എന്ന് പറഞ്ഞാൽ ആദാം ശാന്ത സ്വഭാവക്കാരനാണ്. അപ്പോൾ ശാന്ത സ്വഭാവിയായ ഒരു ഭാര്യ, അവിടെ വല്ല പ്രശ്നമുണ്ടോ? ഭർത്താവ് ദേഷ്യപ്പെടുന്നവനാണ്, അപ്പോ ദേഷ്യപ്പെടുന്നവളായ ഭാര്യ. തക്ക തുണ എന്ന് പറഞ്ഞാൽ അതല്ല. ഭാര്യ ആകട്ടെ ഭർത്താവാകട്ടെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് കോപം വരുന്ന സ്വഭാവക്കാരാണെങ്കിൽ അതിൻ്റെ തക്ക തോണ എന്ന് പറയുന്നത് അതിൻ്റെ താഴെ നിൽക്കുന്നവരാ. അങ്ങനെയാണ് തക്ക തുണ എന്ന് പറയുന്നത്. ഈ വിരുദ്ധ സ്വഭാവങ്ങളെ കൂട്ടിയോജിപ്പിക്കുക ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് ഒരു മർമ്മം പഠിപ്പിച്ചല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കർത്താവിനെ കൊള്ളാകുന്നവരായിരുന്നോ? വിശുദ്ധരായിരുന്നോ? നമ്മൾ വിശുദ്ധരും പ്രബുദ്ധരുമായതുകൊണ്ടാണോ കർത്താവ് നമ്മെ സ്നേഹിച്ച് വീണ്ടെടുത്ത് ദൈവസഭയിലാക്കിയിരിക്കുന്നത്? അല്ല, നാം കൊള്ളാതിരുന്നവരായിട്ടും നമ്മോട് ചെയ്ത തെറ്റിൻ്റെ തക്കവണ്ണം തിരിച്ചു ചെയ്യാതെ തൻ്റെ കാന്തയായി, തൻ്റെ മണവാട്ടിയായ സഭയുടെ അംഗങ്ങളാക്കി ദൈവം നമ്മെ ചേർത്തില്ലേ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. ക്രിസ്തുവിന് സഭ കീഴടങ്ങിയിരിക്കുന്നത് പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ഇരിക്കുവിൻ. ഞാനിത് ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ നമുക്ക് നേടേണ്ട ചില സംഗതികളുണ്ട്. നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് നേടണമെങ്കിൽ, ഭർത്താവ് 1 പറയുമ്പോൾ 2 പറയുന്നവരല്ല ഭർത്താക്കന്മാർ നേടുന്നത്. അവരോട് ചേർന്ന് സാരല്ല, അതിനാണ്ട് തല്ലിയാലും സാരല്ല, അപ്പുറത്തെ ദേഷ്യത്തിന് ചെയ്തതല്ലേ, കുഴപ്പമില്ല കേട്ടോ, ഇത്തിരി വേദനിച്ചെങ്കിലും സാരല്ല, നമ്മൾ 2 അല്ല, നമ്മൾ 1 തന്നെയാണ്. മക്കൾ നമ്മൾ തള്ളി പറഞ്ഞോട്ടെ, ലോകം നമ്മളെ എതിർത്തോട്ടെ, പക്ഷെ നമ്മൾ ഭാര്യയും ഭർത്താവും നമ്മളൊന്നാണ്. ആ ഒരു തലത്തിലേക്ക് താന്നിറങ്ങി വരാൻ നമ്മുടെ അത്ര ബുദ്ധിയും വൈഭവവും വിവേകവും ഉള്ളവരായിരിക്കില്ല നമ്മുടെ ജീവിത പങ്കാളിമാർ. ഒന്ന് താന്നിറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത പങ്കാളിയും ഒപ്പം നമുക്ക് കൊണ്ടുപോകാം. നമ്മുടെ കൂടെയുള്ളവൻ ബലഹീനനായിരുന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് താങ്ങുവാൻ. അവന് ബലഹീനത ശരിവെച്ച് കൊടുത്ത് മാർക്കിട്ട് കൊടുക്കാനല്ല പറയുന്നത്. സാരല്ല, പോട്ടെ, ഒരു തെറ്റൊക്കെ ആർക്കും പറ്റും, സാരല്ല, നമുക്ക് ക്രിസ്തു ഉണ്ടല്ലോ, നമ്മുടെ ശ്രമിക്കുന്നൊരു ദൈവമുണ്ടല്ലോ, നമ്മെ കരം പിടിച്ച് വിജയത്തിലേക്ക് നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് അവൻ്റെ അടുക്കിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാം.
പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇന്ന് ഈ സഭയ്ക്ക് കൈമാറുന്ന ദൈവത്തിൻ്റെ സന്ദേശം. എത്ര പേര് ഉൾക്കൊണ്ടു, എത്ര പേരനുസരിക്കുവാനായിട്ട് തയ്യാറെടുത്തു, എനിക്കറിയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, അങ്ങ് സഹായിക്കണമേ. പ്രിയപ്പെട്ട ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങൾ അനേകർ പ്രയത്നിക്കുന്നവരാണ് അനേകാത്മാക്കളെ നേടേണ്ടതിന് വേണ്ടി. എന്നാൽ ദൈവമേ, ശരിക്കൊരു ഫലം ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളും പരാജയങ്ങളുമാണ്. ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവ്, ഞങ്ങളെ കൂടെയുള്ളവരെ തള്ളിക്കളഞ്ഞ് ഞങ്ങൾക്ക് നിത്യത വേണ്ട. ഞങ്ങളോടൊപ്പം അവരും ഏതുവിധത്തിലും അനേകരെ നേടേണ്ടതിന് ഞാൻ ആരെല്ലാം തീരണമോ അതിൻ്റെ വാരെ തീരുവാൻ്റെ ഗുണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കർത്താവ് അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ പിതാവേ, സുവിശേഷ ലക്ഷ്യത്തിന് വേണ്ടി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് ഞങ്ങൾ അനുഗ്രഹിക്കും സഹായിക്കും ചെയ്തതിന് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. താങ്ക് യു ജീസസ്.